നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന ടൊയോട്ടയുടെ മെഗാ ലോഞ്ച് നടന്നിരിക്കുകയാണ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ്. അപ്പോൾ ഹൈക്രോസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ കൂടി ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും അറിയിക്കാനുമുണ്ട്. ഒന്ന് പ്രധാനപ്പെട്ടത്, നമ്മൾ നേരത്തെയുള്ള ഒരു അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിലവിലുള്ള ഇന്നോവ ക്രിസ്റ്റയുടെ പെട്രോൾ വേരിയൻറ്റ് മാത്രമായിരിക്കും ഇനി വിപണിയിലുണ്ടാവുക, ഡീസൽ വേരിയൻറ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നൊരു അപ്ഡേറ്റാണ് തന്നിരുന്നത്. പക്ഷേ നിലവിൽ ആ ഒരു സാഹചര്യം തന്നെയാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നോവ ക്രിസ്റ്റയെ റീപ്ലേസ് ചെയ്തുകൊണ്ടല്ല ഇന്നോവ ഹൈക്രോസ് വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിവരം. നിലവിലുള്ള പെട്രോൾ വേരിയൻറ്റ് വിപണിയിലുണ്ടാവും. അതുകൂടാതെ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഡിസ്കണ്ടിന്യൂ ചെയ്ത ഡീസൽ വേരിയൻറ്റിനെ 2021 അടുത്ത വർഷത്തിൽ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് റിഫൈൻ ചെയ്ത് കുറച്ചും കൂടി ഫീച്ചേഴ്സോ അല്ലെങ്കിൽ പുതിയൊരു എഞ്ചിനോ ഒക്കെ ആയി തിരിച്ചു വരും എന്നൊരു അപ്ഡേറ്റ് കൂടി ഹൈക്രോസിൻ്റെ ലോഞ്ചിങ് ടൈമിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതായത് ആ ഒരു നിലവിലുള്ള ക്രിസ്റ്റ MPVയുടെ ഒപ്പം തന്നെ ഹൈക്രോസ് MPVയും സെയിലിനുണ്ടാവും. അപ്പോൾ ടൊയോട്ടയുടെ ഒരു ലിസ്റ്റ്, അവരുടെ വാഹനങ്ങളുടെ ലിസ്റ്റ് കുറച്ചും കൂടി എക്സ്പാൻഡ് ആവുകയാണ്. കുറച്ചും കൂടി ഹൈബ്രിഡ് ടെക്നോളജിയുടെ ലെവലിലേക്കെല്ലാം ടൊയോട്ട മാറുകയാണ്. അപ്പോൾ നമുക്ക് ഹൈക്രോസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഇന്നോവയുടെ ബ്രാൻഡ് ന്യൂ ജനറേഷൻ തന്നെയായിരിക്കും ഹൈക്രോസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നിലവിലുള്ള ക്രിസ്റ്റയുമായി ഒരു തരത്തിലുള്ള കോമൺ ഫാക്ടറുകളും ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പ്രത്യേകിച്ചും നിലവിലുള്ള ടൊയോട്ടയുടെ മറ്റ് ചില മോഡൽസായിട്ടുള്ള വെലോസ് MPV, അതേപോലെ തന്നെ കൊറോള ക്രോസ് തുടങ്ങിയ വാഹനങ്ങളുടെ, മറ്റ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള വാഹനങ്ങളുടെ ചില ഡിസൈൻ എലമെൻറ്റ്സും കുറേ അധികം ആക്സൻസും എല്ലാം ഈ ഒരു ഹൈക്രോസിൽ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടി ഒരു ഗ്ലോബൽ ലെവലിലേക്ക് ഇന്നോവയെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് പുതിയ ഹൈക്രോസിൻ്റെ അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് തന്നെ പോകാം. ഫസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ സൈഡ് തന്നെയാണ്. കുറച്ചും കൂടി തിക്കറും അതേപോലെ തന്നെ വൈഡറുമായിട്ടുള്ളൊരു വാഹനമായിട്ടാണ് നിലവിലുള്ള പുതിയ ഹൈക്രോസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാവുന്നത്. ഏറ്റവും ഫ്രണ്ടിൽ നമ്മൾ ഫോർച്യൂണറിലൊക്കെ കണ്ട പോലെ വലിയ തരത്തിലുള്ള ഒരു ഹെക്സഗണൽ ഒരു ഗ്രില്ല്, ബ്ലാക്ക് ഔട്ട് ചെയ്തൊരു ഗ്രില്ല് കാണാൻ പറ്റും. അതേപോലെ തന്നെ വലിയൊരു LED ഹെഡ്ലാമ്പ് യൂണിറ്റ് കാണാൻ പറ്റും. പിന്നെ ബമ്പർ ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു പുതിയൊരു ഡിസൈൻ എലമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി അല്ലെങ്കിൽ ക്രിസ്റ്റയിലൊന്നും മറ്റു വാഹനങ്ങളിലൊന്നും കണ്ട ഒരു തരത്തിലുള്ള ഡിസൈൻ എലമെൻ്റ് അല്ല. ആ ഒരു പുതിയൊരു ഡിസൈൻ എലമെൻറ്റിലാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആ ഒരു ഏരിയയിൽ ഫോഗ് ലാംപ്സ് കാണുന്നില്ല. പക്ഷേ തൊട്ട് സെൻറ്ററിലേക്ക് വരുമ്പോൾ ആ ഒരു നെയിം പ്ലേറ്റിൻ്റെ എല്ലാം താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ്സും കാണാൻ പറ്റുന്നുണ്ട്. സൈഡ് ഡിസൈൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നേരത്തെയുള്ള ക്രിസ്റ്റയെക്കാളും 100 mm വീൽ ബേസ് കൂടുതലാണ് ഈ ഒരു വാഹനത്തിന്. മാത്രമല്ല 18 ഇഞ്ച് ടയേഴ്സ് നൽകിയിരിക്കുന്നു. 185 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ നമുക്ക് സൈഡ് ഡിസൈനിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. റിയറിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ സൈഡിലെ ആ ഒരു റിയർ ഏരിയയിലോട്ട് വരുമ്പോൾ ആ ഒരു ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഡിസൈൻ എല്ലാം റീഡിസൈൻ ചെയ്ത് കുറച്ചും കൂടി ഒരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് പുതിയൊരു ഡിസൈൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ക്രിസ്റ്റയിൽ നമ്മൾ കണ്ട ആ ഒരു സൈഡ് വിൻഡോയുടെ എല്ലാം ഒരു വലിയൊരു പ്രസൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിലും കാണാം. ഉള്ളിലിരിക്കുന്നവർക്ക് വലിയൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ സൈഡ് വിൻഡോസും എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്രയും വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഡിസൈനിൽ നിന്ന് മനസ്സിലാവുന്നത്. റിയർ ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ നിലവിലിപ്പോൾ വന്നിട്ടുള്ള ഹൈ റൈഡറിൽ കണ്ടതുപോലെ ഒരു വെർട്ടിക്കൽ, കുറച്ചും കൂടി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഡിസൈനാണ് ഫോളോ ചെയ്തിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. മാത്രമല്ല ലാർജ് ഒരു വിൻസ്ക്രീൻ നൽകി നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്റ്റയെക്കാളും കുറച്ചും കൂടി ഒരു വലിപ്പം ഫീൽ ചെയ്യുന്ന ഒരു വലിയ വിൻസ്ക്രീനാണ് നൽകിയിരിക്കുന്നത്. പവർ ടെയിൽ ഗേറ്റ് നൽകിയിരിക്കുന്നു. ബമ്പർ ഏരിയ എല്ലാം കംപ്ലീറ്റ്ലി ഒരു പുതിയ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ ശൈലി എടുത്തു കഴിഞ്ഞാലും നിലവിലുള്ള ക്രിസ്റ്റയെക്കാളും വളരെയധികം അപ്പ് മാർക്കറ്റ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പുതിയ ഇന്നോവ ഹൈക്രോസിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ വളരെ ഫ്രഷ് ആൻഡ് ന്യൂ ലുക്കാണ് നമുക്ക് ഓവറോൾ ഇതിൽ ഫീൽ ചെയ്യുന്നത്. ഒരു കോഫി ബ്രൗൺ കളർ പാറ്റേൺ ഫോളോ ചെയ്യുന്ന വളരെ പ്രീമിയം അപ്ഹോൾസ്റ്ററി ലെതറേറ്റ് മെറ്റീരിയൽസ് എല്ലാമുള്ള ഒരു പ്രീമിയം ഒരു ഒരു ഇൻറ്റീരിയർ തന്നെയാണ് ഹൈക്രോസിന് നൽകിയിട്ടുള്ളത്. അതിൻ്റെ സെൻട്രൽ കൺസോളിലോട്ട് വരുമ്പോൾ JBLൻ്റെ ഒരു യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ കംപ്ലീറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ JBL തന്നെയാണ്. അതിൽ ഇനഫായിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു 10 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഡ്രൈവർ ഡിസ്പ്ലേയിലൂടെ വരുമ്പോൾ അതൊരു 7 ഇഞ്ചിൻ്റെ MID ഡിസ്പ്ലേയാണ്. അതിൽ തന്നെയാണ് ഡ്രൈവ് മോഡ്സും അതേപോലെ തന്നെ റീജനറേഷനുമായിട്ടുള്ള കാര്യങ്ങളും EV മോഡ്സിൻ്റെ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി സെൻട്രൽ കൺസോളുമായിട്ട് നിൽക്കുന്ന ഒരു ഒന്ന് അപ്പ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഗിയർ നോബിൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നമുക്ക് മോഡ് സെലക്ഷൻസിൻ്റെയും EV മോഡ് സെലക്ഷൻ്റെയും എല്ലാം ബട്ടൺസും കാണാൻ പറ്റും. ഇനി സെൻട്രലോട്ട് വരുമ്പോൾ ഈ ഒരു ഗിയർ നോബ് കുറച്ച് മേലോട്ട് പോയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് സെൻട്രൽ കൺസോളിൽ വരുന്നുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് പ്ലേസ് ചെയ്യുന്ന കാര്യത്തിലായാലും ആംറെസ്റ്റിൻ്റെ അണ്ടർ സ്റ്റോറേജ് കപ്പാസിറ്റിയിലായാലും കുറച്ചും കൂടി ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു
സെൻട്രൽ കൺസോൾ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. മുന്നിൽ വെന്റിലേറ്റഡ് ആയിട്ടുള്ള പവർ സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ മെമ്മറി ഓപ്ഷൻസും ഡോർ പാഡ്സിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോയിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ലക്ഷറിയും കംഫർട്ടും എല്ലാം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സെക്കൻഡ് റോയിലെ സീറ്റിങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ കണ്ട മോഡലെല്ലാം ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല റിക്ലിനേഷൻ ഫംഗ്ഷനോട് കൂടിയ ഓട്ടോമാൻ സീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്ക് വളരെ റിലാക്സ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫീച്ചറാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല സെക്കൻഡ് റോയിലും തേർഡ് റോയിലും വാഹനത്തിൻ്റെ ടോപ്പിലായിട്ട് AC വെൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോയുടെ സെൻറ്ററിൽ തന്നെയാണ് വരുന്നത്. അതെല്ലാം കുറച്ചും കൂടി ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു കംഫർട്ട്, നമ്മുടെ ലോങ് ട്രാവലിനെല്ലാം കംഫർട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് തന്നെയാണ്. 7 സീറ്റർ വാഹനമാകുമ്പോൾ എപ്പോഴും തേർഡ് റോയിൽ ഒരു സ്പേസ് തന്നെ ആയിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഈ ഒരു വാഹനത്തിലോട്ട് വരുമ്പോൾ തേർഡ് റോയിൽ അത്യാവശ്യം അഡൾട്ട്സ് ആയിട്ടുള്ള 2 പേർക്ക് ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ അണ്ടർ തൈ സപ്പോർട്ട് തീരെ കുറവാണ്. എന്നാലും നമുക്ക് കുറച്ചൊരു റെക്ലിനേഷൻ ഫംഗ്ഷൻ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ 2 പേർക്ക് അത്യാവശ്യം എന്നല്ല, ഭയങ്കര കംഫർട്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് ട്രാവൽ ചെയ്യാം എന്ന് തന്നെയാണ് ഒരു ഓവറോൾ നാഷണൽ ലെവൽ ലോഞ്ചിങ് ടൈമിലുള്ള റിവ്യൂസിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത്. ഇന്നോവയിൽ ആദ്യമായി പാനോറമിക് സൺറൂഫും അഡാസ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സിൽ വരുന്നത് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ്, പ്രീ കൊളിഷൻ വാർണിംഗ് ആൻഡ് ബ്രേക്കിംഗ്, ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ, ലെയിൻ കീപ്പ് അസിസ്റ്റിംഗ്, റിയർ ക്രോസ് ട്രാഫിക് അലർട്ട് എന്നിവയാണ് ഈ ഒരു അഡാസ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി സേഫ്റ്റി സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും 6 എയർ ബാഗുകൾ, ABS വിത്ത് EBD, ESC, ഹിൽ സ്റ്റാർട്ട്, ഓട്ടോ ഹോൾഡ്, 360 ഡിഗ്രി ക്യാമറ, TPMS എന്നിവയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് സൈഡിൽ പറയാൻ പറ്റുന്നത്. ഇനി ഈ പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എഞ്ചിൻ സൈഡാണ്. ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിനും ഒരു നോൺ ഹൈബ്രിഡ് എഞ്ചിനുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ടൊയോട്ടയുടെ 5th ജനറേഷൻ സ്ട്രോങ് ഹൈബ്രിഡ് യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 4 സിലിണ്ടർ 2 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിൻ 186 PS പവറും 188 Nm ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിൻ e-CVT ട്രാൻസ്മിഷനിലാണ് വരുന്നത്. 0 to 100 9.5 സെക്കൻഡ്സും അതേപോലെ തന്നെ 21.1 km/ലിറ്ററാണ് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് യൂണിറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹൈറൈഡറിൽ നിന്നും വ്യത്യസ്തമായി, അല്ലെങ്കിൽ ലിഥിയം അയോൺ നമ്മൾ കോമൺലി കണ്ടുവരുന്ന ലിഥിയം അയോൺ ബാറ്ററീസ് അല്ല, 168 സെൽ നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റ് ബാറ്ററീസ് ആണ് ഈ ഒരു ഹൈബ്രിഡ് യൂണിറ്റിൽ യൂസ് ചെയ്യുന്നത്. ഇനി നോൺ ഹൈബ്രിഡ് വെർഷനിലോട്ട് വരുമ്പോൾ 2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. 172 PS-ഉം 205 Nm ടോർക്കുമാണ്. ഈ ഒരു എഞ്ചിനും e-CVT ട്രാൻസ്മിഷനിലാണ് വരുന്നത്. 7 സീറ്റർ 8 സീറ്റർ വെർഷൻസിൽ വാഹനം അവൈലബിൾ ആണ്. എന്തായാലും ഈ ഒരു 2 വാഹനത്തിൻ്റെയും എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിൽ നിന്ന് മനസ്സിലാവുന്നത് 2 എഞ്ചിൻ സ്പെസിഫിക്കേഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മാത്രമായിരിക്കും വിപണിയിലെത്തുക. മാത്രമല്ല ഒരു MPVക്ക് ലഭിക്കാം, ഇത്ര ഒരു 7 സീറ്റർ അല്ലെങ്കിൽ ഒരു 8 സീറ്റർ MPVക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു ഫ്യൂൽ എഫിഷ്യൻസിയാണ് കൊടുത്തിട്ടുള്ളത്. 21.1 km/ലിറ്റർ കിട്ടുന്ന ഒരു 7 സീറ്റർ അല്ലെങ്കിൽ 8 സീറ്റർ MPV ആണ് ടൊയോട്ട അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിലുള്ള ക്രിസ്റ്റയുടെ ഒരു പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 21 ലക്ഷം മുതൽ 31 ലക്ഷം രൂപ വരെയാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതൊരു സ്ട്രോങ് ഹൈബ്രിഡ് ആണ്, അതേപോലെ തന്നെ പക്ഷേ പെട്രോൾ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഒരു പ്രൈസ് എക്സ്പെക്റ്റേഷൻ വരുന്നത് ഒരു 22 മുതൽ 28 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂമാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതലുള്ളത്. എന്നാൽ നമ്മളൊരു റേഞ്ച് ഇപ്പോൾ പറയുന്നത് 22 മുതൽ 28 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം പ്രൈസ് പ്രതീക്ഷിക്കുന്ന ഒരു വാഹനമാണ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ്. അപ്പോൾ ഇതൊക്കെയാണ് ടൊയോട്ട ഇന്നോവ ഹൈക്രോസിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്റ്റ ഒരു ലാഡർ ഫ്രെയിം ഷാസി ആയിരുന്നു, പക്ഷേ പുതിയ ഹൈക്രോസിന് മോണോകോക്കിലാണ് വരുന്നത്. മാത്രമല്ല മോണോകോക്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവാണ് കൊടുത്തിട്ടുള്ളത്. ക്രിസ്റ്റ ഒരു റിയർ വീൽ ഡ്രൈവ് വാഹനമായിരുന്നു. അങ്ങനെ ധാരാളം വ്യത്യസ്തങ്ങളായ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ ഈ ഒരു ക്രിസ്റ്റയും ഹൈക്രോസും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഇതൊരു കംപ്ലീറ്റ് ഒരു പുതിയ ഒരു എന്താ പറയുക റീബ്രാൻഡ് ചെയ്ത ഒരു വാഹനമല്ല, അല്ലെങ്കിൽ ഇതൊരു കംപ്ലീറ്റ് ന്യൂ ജനറേഷൻ ഇന്നോവ തന്നെയാണ്. മാത്രമല്ല ക്രിസ്റ്റയെ റീപ്ലേസ് ചെയ്തുകൊണ്ടല്ല ഹൈക്രോസ് വരുന്നതെന്നാണ്. മാത്രമല്ല വേറൊരു നമുക്കൊരു ഈ ഒരു ഫീച്ചേഴ്സിൽ നിന്നെല്ലാം മനസ്സിലാവുന്നൊരു കാര്യം, നമ്മൾ ടൊയോട്ട വെൽഫെയർ വളരെ പ്രീമിയം ലക്ഷറി ആയിട്ടുള്ളൊരു ടൊയോട്ട വെൽഫെയറിലെല്ലാം കാണുന്ന കുറേയധികം ഫീച്ചേഴ്സ് എല്ലാം ഒരു MPVയിലേക്ക് കുറച്ചും കൂടി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു MPVയിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം, ഒരു മിനി വെൽഫെയർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ പ്രൈസ് അത്രയും വരുന്നില്ല, എന്നാലും അത്രയും ഫീച്ചേഴ്സും അല്ല. എന്നാലും നമുക്ക് കുറച്ചും കൂടി ഒരു ഹൈബ്രിഡ് ടെക്നോളജിയും മറ്റ് കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും ലക്ഷറിയുടെ കാര്യത്തിലായാലും കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു MPV ലെവലിലേക്ക് ഹൈക്രോസിനെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. മറ്റൊരു കാര്യമുള്ളത് നമുക്കറിയാം, ഇപ്പോൾ ടൊയോട്ടയും മാരുതി സുസുക്കിയും അവരുടെ വാഹനങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഇറക്കാനുള്ളൊരു പ്ലാനിലും കുറേയധികം വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഹൈറൈഡറും ഗ്രാൻഡ് വിറ്റാരയൊക്കെ ആയിരുന്നു. ഇനി ഈ ഒരു 30 lakhs ബഡ്ജറ്റിൽ മാരുതി ഈ ഒരു വാഹനത്തെ കൊണ്ടുവരുമോ? സോ ഞങ്ങളുടെ അഭിപ്രായങ്ങളല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ ആ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.